മക്കളെ, ഇന്ന് നമുക്ക് ഇന്നലെ പറിച്ച ഇഞ്ചി മാങ്ങയുടെ ഒരു ചമ്മന്തി അരക്കാം കേട്ടോ. ഇന്ന് 2-3 വർഷം എടുത്ത് ഒരു ചമ്മന്തി റെഡിയാക്കാം. ഇന്ന് ഉച്ചച്ചോറിന് ചമ്മന്തി, ഇഞ്ചി മാങ്ങ ചമ്മന്തി, മാങ്ങ ഇഞ്ചി എന്ന് പറയും, ഇഞ്ചി മാങ്ങ എന്ന് പറയും. ആയിക്കോട്ടെ, ചമ്മന്തി അരക്കാം, നമുക്ക് പോവാം. അപ്പൊ എന്നൊക്കെയാ? വറ്റൽമുളക്, ഉള്ളി, ഉപ്പ്, ഇഞ്ചി, പുളി, ഇത് നമ്മുടെ സ്വന്തം മാങ്ങാഞ്ചി. മാങ്ങാഞ്ചി അല്ല ഇഞ്ചി മാങ്ങ, രണ്ടുപേര് പറയാറുണ്ടല്ലേ. പിന്നെ തേങ്ങ നമുക്കൊന്ന് അരക്കാം. അപ്പൊ പരിപാടി തുടങ്ങിയോ? നമ്മള് മിക്സി ഒന്നും ഇല്ലാണ്ട് കല്ലേ വെച്ച് അരയ്ക്കാന്ന് ഓർത്തോണ്ടാ. ടേസ്റ്റ് കൂടുതൽ കിട്ടൂലേ? എപ്പോഴും കല്ലേ വെച്ച് അരയ്ക്കുന്നല്ലേ നല്ലത്. എല്ലാരും മിക്സിയിലായി. ഈ പറഞ്ഞ ഞാനും മിക്സി ആക്കി. കല്ല് മാത്രമേ അരക്കുണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത്. എന്ത് കറിയുണ്ടെങ്കിലും കല്ല് വെച്ച് അരക്കുമായിരുന്നു. അത് പോയിട്ട് എടുക്കുക, മിക്സിയിലിട്ട് കറക്കുക, പരിപാടി കഴിഞ്ഞു. അടുത്തെടുത്തോ നല്ല മുളകും പിന്നെ ഉള്ളിയും കൂടെ അങ്ങ് വയ്ക്കാം. ഉച്ചക്ക് താർക്കൂലേ? അടുത്ത തേങ്ങ, മുളക് ഒത്തിരി നന്നായിട്ടൊന്നും അറിഞ്ഞില്ല കേട്ടോ, അത്രയൊക്കെ മതി. ഏകദേശം അറിഞ്ഞു. തേങ്ങയോടെ കൂടി സെറ്റായാൽ മതിയില്ലേ? സമയം എടുക്കൂലേ? അരകല്ല് കുഞ്ഞല്ലേ. തേങ്ങ അരച്ച് ചേർത്തോട്ട് ഇനി നമ്മളൊന്ന് യോജിപ്പിച്ചാൽ മതിയേ. അരകല്ല് ചെറുതും കൂടെയാ. യോജിപ്പിക്കൊണ്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇഞ്ചി മാങ്ങ ചമ്മന്തി ആവില്ലേ? യോജിപ്പിച്ചിട്ട് കാണിക്കാം. അപ്പൊ ദേ അവസാന ഘട്ടത്തിലേക്ക് കിടന്നു. അമ്മേ ചമ്മന്തി സെറ്റായോ? മുളക് പയ്യെ ഒന്ന് ചുട്ടെടുത്താലും കുഴപ്പമില്ല, ഒന്ന് പയ്യെ മൂപ്പിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ, പച്ചച്ചോയ വയ്ക്കാതിരിക്കേ. ഇതിപ്പോ ഞാൻ പയ്യെ മൂപ്പിച്ചായിരുന്നു, ചുട്ടില്ല, ചൂടാൻ കെട്ടുപോയായിരുന്നു. അതുകൊണ്ട് ഇതിന് കളറ് കുറവാട്ടോ, പക്ഷെ നല്ല എരിവാ ആ മുളകിന്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കഴിക്കാം ചോറിന. എന്താ ഇഞ്ചി മാങ്ങ ചമ്മന്തി. ഓക്കെ, അടിപൊളിയാണോ? എനിക്ക് വായില് വെള്ളം വന്നു തുടങ്ങി. അവ ചോറിനമേ. ഓക്കെ, ഇത് മാത്രം മതി ഒരു കുറച്ച് ചോറിന്. യെസ്. അപ്പൊ ഇത് കണ്ട നല്ല ടേസ്റ്റാ. ശരി.